ജപ്പാനിൽ ആദ്യമായിട്ട് എത്തിയത് മുതൽ ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ജോലികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2018 ഞാൻ ജപ്പാനിൽ എത്തുന്നത്. അപ്പോൾ അന്ന് ഏതൊരാളെയും പോലെ നമ്മൾ പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പം കുറച്ച് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം. 5,00,000 രൂപ എൻ്റെ കയ്യിൽ വേണം. പിന്നെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും അനിയനും ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആ തുക കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ സ്റ്റേബിളായിട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല എന്ന് പിന്നീടാണ് ട്ടോ മനസ്സിലായത്. നമ്മൾ ചെറുപ്രായത്തിൽ പോവല്ലേ. ആദ്യം കിട്ടിയത് വീട് പൊളിക്കുന്നതിന് മുന്നേ വീട്ടിലെ വേസ്റ്റുകളൊക്കെ മാറ്റുന്ന ജോലിയാണ്. അപ്പോൾ കുറേ നാണയത്തുട്ടുകളൊക്കെ കിട്ടി. അന്ന് പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കുറേയൊക്കെ അങ്ങനെ മാനേജ് ചെയ്തു. പിന്നെ അവിടെ ഒരു മാസം ജോലിയില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു സ്ഥലത്തേക്ക് പോയി. കോഗ എന്ന് പറഞ്ഞിട്ട് ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കോഗയിലുള്ള ഫോട്ടോസാണ് ട്ടോ ഇതൊക്കെ. അങ്ങനെ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പ്ലാസ്റ്റിക് കമ്പനിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വർക്കായിരുന്നു. നമുക്ക് സാലറിയും ബേസിക് സാലറി പോലും കിട്ടില്ലായിരുന്നു കേട്ടോ. ആ കമ്പനി ഇല്ലീഗലാണോ എന്ന് വരെ ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ കുറേ വർക്ക് ചെയ്തു. കുറേ നമ്മുടെ രൂപവും ഭാവവും ഒക്കെ മാറിപ്പോയി. ഒത്തിരി കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ എന്തോ ആത്മഹത്യ വരെ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പതിയെ ഒന്ന് രക്ഷപ്പെട്ടു പോവുമായിരുന്നു കേട്ടോ. ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയറായിട്ട്. ചെറിയ ബർത്ത്ഡേ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ അന്നും ഉണ്ടായിരുന്നു കേട്ടോ. കടങ്ങളുണ്ടായിരുന്നു. ഈ ഒരു കമ്പനിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ കടങ്ങളൊക്കെ കുറച്ചായിട്ട് തീർക്കുന്നത്. അങ്ങനെ അവിടെ രാവും പകലും നിക്കോത്തായി എന്ന് പറയും. അങ്ങനെ ഡേ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അവിടെ അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഓത്തയിലേക്ക് വരുന്നത്. എന്നെ ഒരുപാട് പേര് കണ്ടിരിക്കുന്ന ഈ നീല യൂണിഫത്തിലായിരിക്കും. അങ്ങനെ ഒരു 4 വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. എൻ്റെ കടങ്ങളെല്ലാം തീർന്നു. നമ്മുടെ യൂട്യൂബ് സെറ്റായി. ജപ്പാനിലെ തന്നെ ആദ്യത്തെ മലയാളം യൂട്യൂബ് ചാനൽ 100K അടിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പിന്നീട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് നാട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തു. പിന്നീട് പോയി ആ വിശേഷങ്ങളെല്ലാം ഞാൻ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിലുണ്ട്. ഇപ്പോഴത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന വഴി ഇതുവരെ മറക്കാത്ത ഒരാളാണെന്ന് എനിക്ക് സ്വയം ബോധ്യമുള്ളതുകൊണ്ടും റിയലല്ല റിയാലിറ്റിയാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുള്ളതുകൊണ്ടും എനിക്ക് ഇതൊന്നും പറയാൻ മടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 7.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.